ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ബാലുശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വരെ പോകുന്ന ഡ്രീംസിൻ്റെ വിശേഷങ്ങളായാലോ എന്ന്. കോഴിക്കോട് നിന്നും 25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ബാലുശ്ശേരിയിലോട്ട്. 1 മണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. നമ്മുടെ ബസ് ഇവിടെ നിന്നും 11:25 കേട്ടോ എടുക്കുന്നത്. ഇപ്പം 11:15 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കോഴിക്കോട് സൈഡിലോട്ടുള്ള ബസ്സുകളൊക്കെ അവിടെയാണ് കേട്ടോ നിർത്തുക. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോഴേക്കും ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ബസ്സിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് മുത്തപ്പൻ്റെ ആ ഒരു ഫോട്ടോ ആണ് കേട്ടോ. മിക്ക ബസ്സുകളിലും മലബാർ ഏരിയയിലെ ബസ്സുകളിലും മുത്തപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ബസ് 11:25 വണ്ടി എടുത്തിട്ടുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും വയലട, കക്കാടംപൊയിൽ, തലയാട്, പെരുമണ്ണാമുഴി ഡാം, കക്കയം ഡാമൊക്കെ പോകാൻ പറ്റും കേട്ടോ. രാവിലെ വയനാട്ടിലോട്ടൊക്കെ ബസ്സുകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇവിടുന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. രാമായണത്തിലെ ബാലി തപസ് ചെയ്ത സ്ഥലമായതിനാലാണ് ബാലുശ്ശേരി എന്നുള്ള പേര് വന്നത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മുടെ ബസ് ഇതേ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ടാണ് പോകുന്നത്. വലത്തോട്ട് പോയാൽ കൊയിലാണ്ടിയിലോട്ടാണ്. ഈ റോഡ് നേരെ പോയാൽ താമരശ്ശേരിയിലോട്ടാണ്. നമ്മൾ ഇതേ ബാലുശ്ശേരി മുക്കിൽ നിന്നും കോഴിക്കോട് റോഡിലോട്ട് കയറും കേട്ടോ. ബാലുശ്ശേരി പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂട്ടാലിയുടെ ഭാഗത്തോട്ടൊക്കെ പോകാം കേട്ടോ. അങ്ങനെ നമ്മളിത് ബാലുശ്ശേരി മുക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ബാലുശ്ശേരി മുക്കിൽ നിന്നും വലത്തോട്ടുള്ള റോഡിലാണ് കോഴിക്കോട് റോഡ് വരുന്നത്. ബസ്സിൻ്റെ ഡ്രൈവർ പ്രവീഷ് ചേട്ടനും കണ്ടക്ടർ ബാബു ചേട്ടനുമാണ് കേട്ടോ. അതേപോലെ ക്ലീനറായിട്ട് ആദിയാണ് ഉള്ളത്. അങ്ങനെ നമ്മളിത് ബസ് എടുത്തിട്ടുണ്ട്. ബാലുശ്ശേരി മുക്കിൽ നിന്നും നന്മണ്ട കാക്കൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് വളരെ പഴക്കേറിയ പെർമിറ്റ് കൂടിയാണ് കേട്ടോ. 2023 കേട്ടോ ഡ്രീംസ് ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ബാലുശ്ശേരി മുക്കിൽ നിന്നും നന്മണ്ട ലക്ഷ്യമായി കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നന്മണ്ട 13 എത്തിയിട്ടുണ്ട്. നന്മണ്ടയിൽ തന്നെ മെയിൻ സ്റ്റോപ്പുകളിലൊന്ന് നന്മണ്ട 13 തന്നെയാണ് കേട്ടോ. നന്മണ്ട 14, 13, 12, 11 ഇങ്ങനെ മുഴുവൻ നമ്പറുകളാണ്. സത്യത്തിൽ മെയിൻ സ്റ്റോപ്പുകൾ വരുന്നത് കക്കോടി, ചേളന്നൂർ, കാക്കൂർ, നന്മണ്ടയാണെങ്കിലും കക്കോടിയിൽ തന്നെ കുറേ സ്റ്റോപ്പുകളും നന്മണ്ടയിൽ കുറേ സ്റ്റോപ്പും കാക്കൂർ കുറേ സ്റ്റോപ്പും ചേളന്നൂർ കുറേ സ്റ്റോപ്പും ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു റൂട്ടിലെ പ്രത്യേകത. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇങ്ങനെയൊരു സ്റ്റോപ്പുള്ള റൂട്ട് വേറെ ഇല്ല കേട്ടോ. അതാണ് ഈ ഒരു ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൻ്റെ പ്രത്യേകത. കുറേ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിനെ പറ്റി. നമ്മളങ്ങനെ നന്മണ്ട 12 നിന്നും ബസ് എടുത്ത് നേരെ നമ്മൾ കാക്കൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കാക്കൂരിലെത്തിയിട്ടുണ്ട്. കാക്കൂർ എത്തിയപ്പോഴേക്കും സമയം 11:45 ആയിട്ടുണ്ട്. കാക്കൂരിൽ നിന്നും ഇടത്തോട്ട് പോകുന്നത് നരിക്കുനിയിലോട്ടും വലത്തോട്ട് പോകുന്നത് പാവണ്ടൂർ റോഡുമാണ് കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടെ നിന്നും ഒരു 17 കിലോമീറ്റർ റോഡുണ്ട് കേട്ടോ കോഴിക്കോട്ടേക്ക്. കാക്കൂരിൽ നിന്നും ചേളന്നൂർ, കക്കോടി, കാരപ്പറമ്പ് വഴിയാണ് കേട്ടോ പോകുന്നത്. ബാലുശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയിലോട്ടുമെല്ലാം അത്യാവശ്യം ബസ്സുകളുണ്ട് കേട്ടോ. 5 മിനിറ്റും 10 മിനിറ്റും ഇടവിട്ട് ബസ്സുകളുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഫസ്റ്റ് ബസ് വരുന്നത് 5:15 അതേപോലെ കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയിലോട്ടുള്ള ഫസ്റ്റ് ബസ് 5:55. പിന്നീട് അങ്ങോട്ട് എപ്പോഴും ബസ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് 7:06 എത്തിയിട്ടുണ്ട്. 7:06 നിന്നും വലത്തോട്ടുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ ഒളോപ്പാറ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഒളോപ്പാറ കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിരക്കില്ലാത്ത രീതിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. AKKR സ്കൂളിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ സാൽവേഷൻ പോകുന്നുണ്ട്. ഈ 2 ബസ്സുകളാണ് കേട്ടോ ഈ റൂട്ടിലെ ഏറ്റവും പുതിയ ബസ്. അങ്ങനെ നമ്മളിത് കക്കോടി മുക്കിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കക്കോടിയിലുള്ള ആദ്യ സ്റ്റോപ്പാണ് കേട്ടോ കക്കോടി മുക്ക്. പിന്നെ കക്കോടി പനാമ, കക്കോടി ബസാർ, കക്കോടി പഞ്ചായത്ത്, അങ്ങനെ നിരവധി സ്റ്റോപ്പുകളുണ്ട് കേട്ടോ കക്കോടിയിൽ. കക്കോടി മുക്ക് കഴിഞ്ഞ് നമ്മളിത് കക്കോടി ബസാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബസ്സിൻ്റെ ക്യാബിൻ കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനും പറ്റുന്നുണ്ട്. കക്കോടിയിൽ നിന്നും വേങ്ങേരി, തടമ്പാട്ടുതാഴം, കരിക്കാംകുളം, കാരപ്പറമ്പ്, നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്കുള്ള യാത്ര. കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയിലോട്ട് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 33 രൂപയാണ്. ബാലുശ്ശേരിയിൽ നിന്നും ബാലുശ്ശേരി മുക്ക് നന്മണ്ട 14, 13, 12, 11, കാക്കൂർ 9:05, 9, പെരുമ്പൊയിൽ 8:04, 8:02, 7:06, കുമാരസ്വാമി, കക്കോടി, വേങ്ങേരി, തടമ്പാട്ടുതാഴം, കരിക്കാംകുളം, കാരപ്പറമ്പ്, നടക്കാവ്, ക്രിസ്ത്യൻ കോളേജ്, ഫാത്തിമ, മാവൂർ റോഡ്, KSRTC വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്കുള്ള യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് മിനി ബൈപ്പാസിലൂടെയാണ് കേട്ടോ. കക്കോടി മിനി ബൈപ്പാസിലൂടെയാണ്. അങ്ങനെ നമ്മൾ കക്കോടി ബസാർ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഡ്രീംസിന് കോഴിക്കോട് കക്കയം റൂട്ടിലോടുന്ന ഒരു ബസ് കൂടെ ഉണ്ട് കേട്ടോ.
ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. പിന്നെ ആദ്യം ഭയങ്കര സപ്പോർട്ടായിരുന്നേ. അവനോട് ഞാൻ കുറേ കാലം മുന്നേ പറഞ്ഞതായിരുന്നു ബസ്സിൻ്റെ വീഡിയോ ചെയ്യാന്നുള്ളത്. പക്ഷേ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവൻ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ ഇപ്പം നമ്മൾ സമയമൊക്കെ നമ്മളിതേ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നമ്മളിതേ കക്കോടി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കക്കോടിയിൽ നിന്നും കാരപ്പറമ്പ് നടക്കാവ് വഴിയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകേണ്ടത്. കക്കോടി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ബസ്സിൻ്റെ ഓണർ മനോജേട്ടനാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കക്കോടി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കക്കോടി പാലത്തിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കക്കോടി പാലത്തിൻ്റെ തൊട്ട് താഴെ കൂടെ ഒഴുകുന്ന വെള്ളം പൂനൂർ പുഴയുടെയാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ തന്നെ കുറച്ച് ദൂരം പോകുന്ന ഒരു പുഴ കൂടിയാണ് കേട്ടോ പൂനൂർ പുഴ. ഡ്രൈവർ പ്രവീഷേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമ്മളിത് ബസ് വേങ്ങേരി ബൈപ്പാസിലോട്ട് എത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ 66 കേട്ടോ തൊട്ട് താഴെ കൂടെ പോകുന്നത്. നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരി സ്റ്റേറ്റ് ഹൈവേ 34 അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് തടമ്പാട്ട് താഴത്ത് എത്തിയിട്ടുണ്ട്. തടമ്പാട്ട് താഴത്ത് നിന്നും ഇടത്തോട്ടുള്ള റോഡ് പറമ്പിൽ ബസാറിലോട്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്നും കരിക്കാംകുളം, നടക്കാവ്, ക്രിസ്ത്യൻ കോളേജ്, മാവൂർ റോഡ്, KSRTC വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്കുള്ള യാത്ര. മലബാറിൻ്റെ തലസ്ഥാനമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട്. അങ്ങനെ നമ്മളിത് കാരപ്പറമ്പ് മിനി ബൈപ്പാസിലോട്ട് എത്തിയിട്ടുണ്ട്. കനോലി കനാലിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൻ്റെ കളക്ടറായിരുന്ന ഹെൻറി കനോലിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച മനുഷ്യനിർമ്മിത കനാലാണ് കേട്ടോ നമ്മുടെ കനോലി കനാൽ. അങ്ങനെ നമ്മളിത് എരഞ്ഞിപ്പാലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എരഞ്ഞിപ്പാലത്ത് നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഭാഗത്തോട്ടൊക്കെ പോകാമായിരുന്നു കേട്ടോ. നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്. കോഴിക്കോട് തന്നെ 2 ബസ് സ്റ്റാൻഡുകളാണുള്ളത്. കോഴിക്കോട് പാളയം സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡും. ബാലുശ്ശേരി ഭാഗത്തോട്ടുള്ള ബസ്സുകൾ കിട്ടണമെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് വരണം കേട്ടോ. അങ്ങനെ എരഞ്ഞിപ്പാലം കഴിഞ്ഞ് നമ്മളിത് നടക്കാവിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ബസ് മൊത്തം ഒരു ഗ്രീനറി ഫീലാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണ്. ഇതിൻ്റെ സീറ്റൊക്കെ അടിപൊളി കളറാണ് കേട്ടോ. ബസ്സിൻ്റെ ഓണർ മനോജേട്ടനാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ടക്ടറാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. ആൾ ഭയങ്കര കൂളാണ്. അങ്ങനെ നമ്മുടെ ആദ്യം കണ്ടക്ടറേട്ടൻ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഈ ഒരു ബസ് നിർത്തുന്ന പമ്പ് വരെ പോകുന്നുണ്ട്. കോഴിക്കോട് എത്തിയപ്പോഴേക്കും സമയം 12:25 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബസ്സിന് ഇനി 3 മണിക്കാണ് കേട്ടോ. 3:15 ഇവിടുന്ന് ട്രിപ്പ് ഉള്ളത്. അങ്ങനെ നമ്മളിത് പുതിയ ബസ് സ്റ്റാൻഡിൽ ആളേക്ക് ഇറക്കി നേരെ പമ്പിലോട്ടുള്ള യാത്രയാണ്. ഈ ബസ് അവിടെ നിർത്തിയിടുകയാണ് കേട്ടോ ചെയ്യുക. ഇത് നമ്മുടെ ആദ്യമാണ് കേട്ടോ. ഈ ബസ്സിൻ്റെ ഓണർ കൂടെയാണ്. അങ്ങനെ നമ്മളിത് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നേരെ പമ്പിലോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.